ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വോയിസ് പാണക്കാടൻ. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു അല്ലേ. കോമഡി എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്താ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. രാവിലെ മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുന്നു. അതിനുശേഷം മാർക്കറ്റ് രണ്ടോ മൂന്നോ ക്യാൻഡിൽ കൊണ്ട് താഴത്തേക്ക് പോകുന്നു, എഗെയിൻ രണ്ടോ മൂന്നോ ക്യാൻഡിൽ താഴത്തേക്ക് വരുന്നു, എഗെയിൻ 3-4-5 ക്യാൻഡിൽ മുകളിലേക്ക് പോകുന്നു, എഗെയിൻ അതേപോലെ താഴത്തേക്ക് വരുന്നു. വോളറ്റൈലിറ്റിൻ്റെ ഒരു അയ്യരുകളിയായിരുന്നു മാർക്കറ്റിൽ. ആൻഡ് ഇങ്ങനെയുള്ള വോളറ്റൈലിറ്റിൻ്റെ അയ്യരുകളി ഉണ്ടാകുമ്പം ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ വിക്സ് എബോവ് 21 ആണ്, അല്ലെങ്കിൽ എബോവ് 20 ആണ്. അങ്ങനെയുള്ള പോയിന്റിലാണ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണോ അത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ പ്രീമിയത്തിൻ്റെ സെൻസെക്സിൻ്റെ പ്രീമിയത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 76,100 എന്നുള്ള പ്രീമിയം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് 300 ആ റേഞ്ചിലൊക്കെയാണ്. എനിക്കറിയില്ല ആ റേഞ്ചിൽ 300 അല്ല 400 ആ റേഞ്ചിലൊക്കെയാണ്. ആ റേഞ്ചിൽ അറ്റ് ദ മണിയിൽ ആരൊക്കെ ട്രേഡ് ചെയ്യും എനിക്കറിയില്ല. 76,100 അല്ല നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്, 76 ആ ഒരു റേഞ്ചിലുള്ള പ്രീമിയം 76,000 ആയിരുന്നു. സോ 400 ആ റേഞ്ചിലാണ് പ്രീമിയം ഉണ്ടായിരുന്നത്. ആ ഒരു റേഞ്ചിലുള്ള പ്രീമിയം യൂഷ്വലി എല്ലാവരും എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഞാനും ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ പോകുന്നേക്കണേ. അപ്പോൾ യൂഷ്വലി എല്ലാവരും എന്താ ചെയ്യുക? എല്ലാവരും ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം കുറഞ്ഞ പ്രീമിയത്തിലേക്ക് നോക്കും. ഒരു 200 സെൻസെക്സ് ആയതുകൊണ്ട് ഒരു 200, നിഫ്റ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 30-40 ആ ഒരു റേഞ്ചിൽ പ്രീമിയത്തിലേക്ക് നോക്കുള്ളൂ. അറ്റ് ദ മണി എന്നുള്ള സംഗതിനെക്കാണ്ട് തൽക്കാലം പെട്ടിയിൽ അടച്ചു വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു റേഞ്ച് പ്രീമിയത്തിലേക്ക് വരും. ഈ ഒരു റേഞ്ച് പ്രീമിയത്തിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് എന്താ സംഭവിച്ചിട്ടുള്ളത്? എവിടുന്നാണോ ഇനീഷ്യലി ഫസ്റ്റ് ആ ഒരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടായി, ആ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായി, അവിടുന്ന് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുള്ള പോയിന്റ് ഞാൻ ഇന്ന് ചാർട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ മറന്നതാണ്. ആൻഡ് ആ ഒരു ബ്രേക്ക് ഔട്ട് പോയിൻ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലൈവ് ക്ലാസ്സിലായിരുന്നു, ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ലെവൽ. ബട്ട് ആ ഒരു ലെവൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർക്കുന്നത്. ആൻഡ് എഗെയിൻ ഫർദർ ഞാനത് ചെയ്യാണ്ടിരുന്നതാണ്. കാരണം ഞാൻ അവിടെ ട്രേഡ് എടുക്കുന്നില്ല. പിന്നെ എനിക്ക് തോന്നി ഈ സൈസ് വോളറ്റൈലിൽ ഒരു ദിവസം ട്രേഡ് എടുക്കാണ്ടിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനത് അപ്ഡേറ്റ് ചെയ്യാണ്ടിരുന്നതാണ്. ഓർമ്മ വന്നപ്പോൾ വേണമെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റീടെസ്റ്റിലൊക്കെ കാര്യങ്ങൾ എൻട്രി ഒക്കെ വന്നേനെ. ബട്ട് ഞാനത് മനഃപൂർവ്വം ചെയ്യാണ്ടിരുന്നതാണ്. കാരണം ഇന്നത്തെ ഒക്കെ ഒരു മാർക്കറ്റിൽ അടങ്ങിയിരിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിനോട് അഡിക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. സോ പറഞ്ഞു വന്ന കേസിലേക്ക് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ സെൻസെക്സിൽ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന പ്രീമിയം ഡെഫിനറ്റ്ലി ഒരു 200 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള പ്രീമിയത്തിൻ്റെ പ്രത്യേകത എന്താ? ആ കൺസോൾട്ടേഷൻ റേഞ്ച് ഉണ്ടാക്കിയിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയതിന് ശേഷം പ്രീമിയം ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഒരൊറ്റ ക്യാൻഡിൽ ഒരു 10-30 പോയിന്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. വെരി നെക്സ്റ്റ് ക്യാൻഡിൽ പടപടാന്നും പറഞ്ഞ താഴത്തേക്ക് പോകുന്നതായിട്ടും കാണാൻ പറ്റിയിട്ടുണ്ട്. സോ ഇത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് നോക്കുമ്പോഴാണ് ഇതിൻ്റെ രസം മനസ്സിലാവുന്നത്. ലൈവ് മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ മുട്ടുകാല് പറക്കും നമുക്ക് ഈ സൈസ് അഭ്യാസമൊക്കെ കാണുമ്പോൾ. കാരണം എന്താ? എക്സ്പയറി ആകുമ്പോൾ നമ്മളുടെ കയ്യിൽ ക്വാണ്ടിറ്റിയും കുറച്ച് കൂടുതലുണ്ടാവും. യൂഷ്വലി നമ്മളെല്ലാവരും ചെയ്യുന്ന പരിപാടി അതാണ്. സോ ഭയങ്കര രസമുള്ളൊരു മാർക്കറ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 24,650 ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് 650 ആ റേഞ്ചിലൊക്കെ മാർക്കറ്റ് ഓപ്പണായി ഒരു ഹൈ ഒക്കെ ഉണ്ടാക്കി. ലെറ്റ്സ് സേ 23,650, 23,800, 850, 800, 830 ആ ഒരു റേഞ്ചിലേക്ക് ഒരു ഹൈ ഒക്കെ ഉണ്ടാക്കി. അവിടുന്ന് ഭും പറഞ്ഞ താഴത്തേക്കും വന്നു മാർക്കറ്റ് അല്ലേ. സോ നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. രസമുണ്ടായിരുന്നു ഇൻ ദ സെൻസ് പ്രീമിയം ഡി കെയുടെ കാര്യത്തിൽ. ആൻഡ് ഈ പ്രീമിയം ഡി കെയുടെ കാര്യം ഇന്നലെ വ്യക്തമായിട്ട് ഞാൻ ചാർട്ടിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അതേ സിനാരിയോ അല്ലേ ഇന്ന് സെൻസെക്സിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയേ. ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ്സെൽഫ് ഓൺ മാർക്കറ്റ് എന്നുള്ളതാണ്. മാർക്കറ്റിൽ ഹിസ്റ്ററി റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി സെയിം ഹിസ്റ്ററി മാർക്കറ്റിൽ റിപ്പീറ്റ് ആയിട്ടില്ല എന്നുള്ളത്. ഇന്നലെ ഉണ്ടായിട്ടുള്ള സെയിം ഹിസ്റ്ററി ഇന്നും മാർക്കറ്റിൽ റിപ്പീറ്റായി. സോ ഇതിനെയാണ് കൺസിസ്റ്റൻറ്റ് ലേണിംഗ് എന്ന് പറയാം. നമ്മൾ പണ്ട് മറ്റേ മഹാകവി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ, വളരും തോറും പഠിക്കും തോറും വളരുന്നു അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി. നമ്മളുടെ മിസ്റ്റേക്കുകൾ നമ്മൾ മനസ്സിലാക്കുക, എഗെയിൻ ആൻഡ് എഗെയിൻ അതിനകത്തുനിന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് എഗെയിൻ ടോട്ടൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ഗ്യാസ് സപ്ലൈ തീരുമാനമായി നിന്നു. ഓൾമോസ്റ്റ് ഹോട്ടലുകളൊക്കെ പൂട്ടി തുടങ്ങി. നമ്മുടെ ഓപ്പോസിറ്റുള്ള ഹോട്ടലുകളൊക്കെ പൂട്ടി. ഓൾമോസ്റ്റ് ഇനി പൂട്ടാളൊക്കെ പടപടാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൂട്ടിക്കോളും. ആൻഡ് ഇന്ന് അതിനിടയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇറാൻ സമ്മതിച്ചിട്ടുണ്ട് സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് വഴി ഇന്ത്യയുടെ കപ്പലുകളെ പറഞ്ഞു വിടുമെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇറാൻ ക്ലീനായിട്ട് പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ. ആരൊക്കെയാണോ ഇസ്രായേലിൻ്റെ US-ൻ്റെ പറഞ്ഞിട്ടുണ്ടോ? US-ൻ്റെവും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇസ്രായേലിൻ്റെയും US-ഉമായിട്ടുള്ള സഹകരണം നിർത്തുന്നത് അവരുടെ കപ്പലുകളെ മാത്രമേ ഞങ്ങൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് വഴി പാസ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. ഇന്ത്യയുടെ കപ്പലുകൾക്ക് അനുമതി കിട്ടി എന്ന് ഒരു ന്യൂസ് വന്നു. തൊട്ടടുത്ത സെക്കൻഡ് തന്നെ
ഇറാനിയൻ ഒഫീഷ്യൽസ് സ്ഥിരീകരിച്ചു അങ്ങനെ ഒരു സംഗതിയേ ഇല്ല എന്നുള്ളത്. ആൻഡ് നമുക്ക് പിന്നെ ക്രൂഡിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലേ. ജാംനഗർ റിഫൈനറിയിൽ നിന്ന് 5000 ടണ്ണ് ക്രൂഡാണ്, ലിറ്റർ ടണ്ണ് ക്രൂഡാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിന് വിറ്റത്. ഏതാ ജാംനഗർ റിഫൈനറി ആരുതാന്നൊന്നും ഞാൻ പറയണ്ടല്ലോ. നമ്മൾ മാത്രം, അതായത് സാധാരണക്കാരൻ മാത്രം വീണ്ടും സാധാരണക്കാരനായി തുടർന്നുകൊണ്ടേയിരിക്കും. യുദ്ധം വന്നാലും ഭൂകമ്പം ഉണ്ടായാലും കയ്യിൽ കാശുള്ളവൻ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാരുടെ കൂട്ടുകാർ അവർ സേഫാണ്. ഇപ്പോൾ വീണ്ടും ഇറങ്ങും വെട്ടുകളി കൂട്ടം. പൊന്നു മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നുണ്ടോ? നിങ്ങളിപ്പം എൻ്റെ മതം അന്വേഷിച്ചിട്ടും എൻ്റെ പാർട്ടി അന്വേഷിച്ചിട്ടും തപ്പിപ്പോയതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ടോ? ഇല്ല. ഓൾറെഡി വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറിന് 1800 ആ റേഞ്ചിലുണ്ടായിരുന്ന സാധനത്തിന് 2000+ ആയി. ഞാൻ ഈ മാർക്കറ്റ് അനാലിസിസ് രണ്ടാമത് തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം നിങ്ങളുടെ ഒരു വാരം പറഞ്ഞിട്ട് യുദ്ധം തുടങ്ങിയ വെരി നെക്സ്റ്റ് ഡേയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പൂത്തിവെപ്പ് നമ്മുടെ നാട്ടിൽ തുടങ്ങുന്നു. നിങ്ങളൊന്ന് അന്വേഷിച്ചു പോകുക. കരിഞ്ചന്തയിൽ ഇപ്പം കൊമേഴ്ഷ്യൽ സിലിണ്ടേഴ്സ് വെക്കുന്നത് 300+ റുപ്പീസിനാണ്. അപ്പം അതിനുശേഷം ഇന്ത്യയിൽ നിയമം ഇറങ്ങി. നിങ്ങൾ മേ ബി അറിഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകൾ മാത്രമായിരിക്കും മേ ബി നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക. ഇന്ത്യയിൽ യുദ്ധവും അങ്ങനെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പം ഈ ഫ്യൂവൽ അല്ലെങ്കിൽ ഗ്യാസ്ലിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഇത് ഏർപ്പെടുത്താറുണ്ട്. അത് പൂഴ്ത്തി വെക്കാൻ പാടില്ല എന്നുള്ള നിയമം. പൂഴ്ത്തിവെപ്പ് ആദ്യമേ ഇതാണ്, ബട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം പെട്ടെന്നൊരു സഡൻ ആക്ഷൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെയും ഉണ്ടായി. അതായത് കരിഞ്ചന്ത പൂഴ്ത്തിവെപ്പ് പാടില്ല എന്നുള്ളത് ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റ് തുടങ്ങി. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ചെയ്യും. അതും ആരാ ചെയ്യുക? നിങ്ങളീ പറയുന്ന സോ കോൾഡ് വളരെ നല്ലവരായിട്ടുള്ള ആൾക്കാരായിരിക്കും. ആൻഡ് ഇത്രയൊക്കെ നടന്നിട്ടും നമ്മുടെ രാജ്യം ഭരിക്കുന്നവർക്ക് വല്ല മാറ്റമുണ്ടോ? ഞാനിതെങ്ങനെയാണ് പറയാണ്ടിരിക്കുക. ഇപ്പം ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി എറണാകുളത്ത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്, വെരി നെക്സ്റ്റ് ബിൽഡിങ്, അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തുള്ള ഗ്രൗണ്ട്, GCDA ഗ്രൗണ്ട്. അവിടെ വന്നിട്ട് ലോകം മൊത്തം ക്രൂഡ് ഓയിലിന് വില കൂടുന്നതും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകാനുള്ളതും ഇൻഫ്ലേഷനെ പറ്റിയും 3ാം ലോക മഹായുദ്ധത്തിനെ പറ്റിയും ഇറാൻ്റെ അടുത്ത ആക്ഷൻ പ്ലാനിനെ പറ്റിയും ഹോർമുസ് കടലിടുക്കിലുള്ള അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൈനുകളെക്കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ വന്നിട്ട് പുള്ളിക്കാരൻ ഡിസ്കസ് ചെയ്തത് കേരള എന്നുള്ളത് ഞാൻ കേരളം എന്നാക്കി എന്നുള്ളതാണ്. ഞാൻ എന്താ പറയുക? ഇതിനപ്പുറത്തേക്ക് ഞാൻ എനിക്കറിയില്ല. നിങ്ങൾ വിളിക്കുന്നതൊക്കെ നിങ്ങൾ വിളിച്ചോ. നിങ്ങൾ വിളിക്കുമ്പം അല്ലെങ്കിൽ നിങ്ങൾ ചാപ്പയടിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു കാലം നിങ്ങൾക്ക് വരും, അന്ന് നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഇത്രയും ഡിവോട്ടിയായിട്ട് നിന്നിട്ടുള്ള ഒരാളൊക്കെ എന്നെ നൈസിന് തേച്ചേക്കണയാണല്ലോ എന്ന്. ഒരു ഉപകാരവും നിങ്ങൾക്ക് കിട്ടാത്തൊരു സിറ്റുവേഷനിലെത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്തിനായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തിരുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രമായിരുന്നോ എന്നുള്ളത്. വ്യക്തമായിട്ട് നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യയിലേക്ക് വരുന്ന നാച്ചുറൽ ഗ്യാസിൻ്റെ 90% ഹോർമുസ് കടലെടുക്ക് വഴിയാണ്. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്ക്. നിങ്ങൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന അറിവുകൾ വെച്ചിട്ട് ഇവിടെ കൊണ്ടു ഒട്ടിക്കല്ലേ. 90% ഹോർമുസ് കടലെടുക്ക് വഴിയാണ് വരുന്നത്. അതാണ് ബ്ലോക്കായി കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ? അൾട്ടിമേറ്റ്ലി കയ്യിൽ കാശുള്ളവന് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. അല്ലാത്തവൻ വിറക് കീറാൻ പോകേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? കയ്യിൽ കാശുള്ളവൻ്റെ ജീവിതത്തിന് ഇത് ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ടു ബി ഫ്രാങ്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ ലൈഫിലും ഒരു ഇമ്പാക്റ്റും ഈ പറഞ്ഞ സംഗതികൾ കൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല. ബട്ട് നിങ്ങളുടെ ലൈഫോ എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ട്രേഡിംഗ് ആണെങ്കിൽ അറിയില്ല, ആകെ അറിയണത് എന്താ? കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ലൈഫിൽ എന്ത് മാറ്റം ഉണ്ടാവുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എനിക്കിത് പറയുമ്പോൾ ചിരിയാ വരണേ. എന്ത് മാറ്റം ഉണ്ടാവുന്ന എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഈവൻ ഇങ്ങനെയുള്ളൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്നാലും എന്നെ സംബന്ധിച്ച് കഞ്ഞി കുടിച്ച് പോകാൻ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇന്നലെ വരെ ജീവിച്ച ലൈഫ് അതേപോലെ ജീവിച്ച് പോകാൻ ദൈവം സഹായിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഈ രീതിയിലുള്ള വിലക്കയറ്റം നമ്മളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരൻ എന്ത് ചെയ്യും? ഇന്ത്യയിലെ പാവപ്പെട്ടവൻ്റെ എത്ര ശതമാനമാണ് പാവപ്പെട്ടവൻ, അല്ലെങ്കിൽ എത്ര ശതമാനമാണ് പൈസക്കാരൻ എന്നുള്ളത് നിങ്ങൾ ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങളൊക്കെ ഏത് സ്ലാബിലാണ് വരുന്നത് എന്നുള്ളത്.
എത്രത്തോളം കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളത് ഒന്ന് മുൻകൂട്ടി കണ്ടു നോക്കി. കേരള എന്നുള്ളത് കേരളം എന്നാക്കിയോണ്ടോ, കേരളം എന്നുള്ളത് കേരള എന്നാക്കിയത് കൊണ്ടോ പ്രത്യേകിച്ച് കേരളത്തിൽ പിന്നെ അരിക്ക് വില കുറയാനൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്നും മറ്റിടത്തു നിന്നും എത്തുന്ന അരിയുടെ പ്രൈസ് കുറയാനൊന്നും പോകുന്നില്ല. ഗ്യാസോലിന്, ഫ്യൂവലിന് വില കൂടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുന്ന ഓരോ സാധനങ്ങൾക്കും വില കൂടും. ഇന്ത്യ ഒരു പിന്നെ ഗ്യാസ് കൺസ്യൂം സ്റ്റേറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ക്രൂഡ് കൺസ്യൂം സ്റ്റേറ്റ് ആണ്. ഇന്ത്യയിൽ ക്രൂഡിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല. പ്രൊഡക്ഷൻ ഉള്ളത് എവിടുന്ന? റഷ്യയിൽ നിന്നും മറ്റിടത്തുനിന്നോ കൊണ്ടുവരുന്ന ക്രൂഡുകളാണ്. അത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ പിന്നെ ബംഗ്ലാദേശിലേക്ക് 50,000 ലിറ്ററും 50 ലക്ഷം ലിറ്ററും ഇനി അത് കഴിഞ്ഞാൽ നേപ്പാളിലേക്കും ഒക്കെ കയറ്റി വിടാനുള്ളത്. നമ്മളുടെ നാട്ടിൽ ഈ ഒരു ക്രൈസിസ് വരാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനെ ഹോൾഡ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല. കാരണം എന്താ? ഇതിൻ്റെ മുതലാളിമാർ പ്രധാനമന്ത്രിയുടെ കൂട്ടുകാരാണ്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇനി നിങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞാനൊരു ദേശദ്രോഹിയാണ് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ പറഞ്ഞതുപോലെ റോസിക്ക് നാട് വിട്ടു പോകാം. ഞാൻ നിങ്ങൾ ആരെയും വിളിച്ച് കയറ്റുന്നില്ല, എൻ്റെ വീഡിയോ കാണണമെന്ന് പറഞ്ഞിട്ട്. സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്നവൻ മാത്രം കണ്ടാൽ മതി. അല്ലാത്തവനൊക്കെ അങ്ങനെ അങ്ങോട്ട് ജീവിക്കട്ടെ, ലെറ്റ് ഇറ്റ് ബി. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം നിങ്ങൾക്ക് മേ ബി കമൻറ്റ് ചെയ്യുന്ന 2 രൂപ കിട്ടുന്നുണ്ടാവും, എനിക്കത് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ സുഖവും സന്തോഷമൊന്നും ഞാൻ നോക്കേണ്ട കാര്യമില്ല. ആൻഡ് എപ്പോഴും പറയുന്നതാണ്, എനിക്ക് മാർക്കറ്റ് അനാലിസിസ് മാത്രമേ അറിയുള്ളൂ, എനിക്ക് രാഷ്ട്രീയം അറിയില്ല. എനിക്കറിയുന്ന രാഷ്ട്രീയം മതി, ഞാൻ തിന്നുന്നത് ചോറാണ്, ദാറ്റ്സ് ഇറ്റ്, അത്ര മാത്രമേ ഉള്ളൂ. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ എങ്ങോട്ടേലൊക്കെ പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് അനാലിസിസിലേക്ക് പോകാം. അറിയുന്നത് പോലെ കുറച്ച് രാഷ്ട്രീയം പറഞ്ഞു, ആൻഡ് ഇനി അറിയുന്നത് പോലെ കുറച്ച് മാർക്കറ്റ് അനാലിസിസും പറയാം. സോ വീഡിയോയിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസിനൊന്നും പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പറഞ്ഞ സപ്പോർട്ട് ലെവലിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇന്ന് എൻ്റെ ലെവൽസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. ഞാൻ എന്താ പറയുക, ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചത്, ബട്ട് അത് ഷെയർ ആയിട്ടുണ്ടായില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഞാൻ എടുത്തുള്ള ലെവൽസ് ഈ ഒരു ലെവലേക്ക് തന്നെയായിരുന്നു. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ലെവൽസ് ഷെയർ ചെയ്യാണ്ടിരുന്നത് ഒരു കണക്കിന് നന്നായി. കാരണം ഇതാണ് എൻ്റെ ബ്രേക്ക് ക്യാൻഡിൽ വരാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾ എൻട്രി എടുക്കും, ഇവിടെ പോവും മാർക്കറ്റ്, ഭും എന്ന് പറഞ്ഞ് താഴത്തേക്ക് വരും, SLA ഹിറ്റ് ആവും. എഗെയിൻ അടുത്ത ബ്രേക്ക് ഔട്ട് ലെവൽ വരാൻ പോകുന്നത് ഇതാണ്. ഇവിടുന്ന് നമ്മൾ എൻട്രി എടുക്കും, ഇതിനകത്ത് തന്നെ പ്രീമിയം അത്യാവശ്യം നല്ല ഡീക്ക് ആവും. ഇതും സഹിച്ച് ഹോൾഡ് ചെയ്താൽ ഇവിടെ എത്തുമ്പോഴേക്ക് ഭും വീണ്ടും SLA ഹിറ്റ് ആവും. എഗെയിൻ മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വരും, എഗെയിൻ SLA ഹിറ്റ് ആവും. SLA ഹിറ്റ് ആവുക, പോവുക, കളിക്കുക, ഇത് തന്നെയായിരുന്നു പരിപാടി. ആൻഡ് സെൻസെക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ ഒന്നുമല്ല സംഭവിച്ചിട്ടുള്ളത്, സെയിം സിനാരിയോ തന്നെ സംഭവിച്ചിട്ടുള്ളത്. സോ ഒരു 200 റേഞ്ചിലുള്ള പ്രീമിയം ഒക്കെ എടുത്തവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ പിന്നെ നല്ല രീതിയിൽ കയറിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. സോ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക. ഈ മാർക്കറ്റിൽ നമുക്കൊന്നും ചെയ്യാനില്ല. മാർക്കറ്റ് എന്ത് ചെയ്യാണ്? നല്ല ഷാർപ്പായിട്ടുള്ളൊരു ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ്. ലെറ്റ്സ് സേ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. മാർക്കറ്റ് ഏകദേശം 800 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പണായി. എന്നിട്ട് വന്നിട്ട് ഏകദേശം 80 പോയിൻറ്റ് മാത്രമേ ബാക്കി വെച്ചുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മാർക്കറ്റ് എന്തായി? റിക്കവറായി. ആൻഡ് അതിനുശേഷം എവിടെ എത്തി മാർക്കറ്റ് എന്ന് നോക്കി. അതല്ല ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. എവിടെയാണോ ഓപ്പൺ ആയിട്ടുള്ളത് അതിൻ്റെയും താഴെ വന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. സോ ഈ പോയതൊക്കെ ഒരു തമാശ ആയിരുന്നു എന്ന്. സോ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതായത് 2025 ലെവൽസിലേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. 2025 പിന്നെ ഏപ്രിൽ ആ ലെവലിലേക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ടേ. ഞാൻ ആലോചിക്കുക, നമ്മൾ ഈ ഒരു വർഷമൊക്കെ 2026 അല്ലെങ്കിൽ 2025 തന്നെ പറയാം, 2025 അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് 0 റിട്ടേൺ ആണ് നിഫ്റ്റി തന്നിട്ടുള്ളത്. ആൻഡ് ആ നിഫ്റ്റിയാണ് ഇപ്പോൾ താഴത്തേക്ക് പടപെടാന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. യൂഷ്വലി എല്ലാ ഇയേഴ്സിലും പ്രോപ്പർ റിട്ടേൺ തന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് 0 റിട്ടേൺ തന്നുകൊണ്ടിരുന്ന മാർക്കറ്റാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. 0 റിട്ടേണിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ആ മാർക്കറ്റാണ് ഇപ്പം ഷാർപ്പായിട്ട് ഇങ്ങനെ ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇനി നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ലെവല് മാർക്കറ്റിൽ ജസ്റ്റ് ഓപ്പൺ ആയി കിടക്കുന്ന ഒരു ലെവലുണ്ട്. ഇതിൻ്റെ മുമ്പ് മാർക്കറ്റ് നിൽക്കില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു ഗ്യാപ്പ് ബോർഡേഴ്സ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എഗെയിൻ ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ വരാൻ സാധ്യതയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരവ് കണ്ടിട്ട് ഗ്യാപ്പിനെയും ഫില്ല് ചെയ്യും. ആക്ച്വൽ മാർക്കറ്റ് വാല്യൂ, അതായത് നിഫ്റ്റിയുടെ ആക്ച്വൽ വാല്യൂ ഇപ്പം വേണ്ടത് എന്താണോ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തുകയും ചെയ്യും. അത് അറൗണ്ട് ഒരു 20,000 ആ റേഞ്ചിലൊക്കെയാണ്, 20,500 20,800 ആ റേഞ്ചിലൊക്കെയാണ് ആക്ച്വൽ നിഫ്റ്റിയുടെ വാല്യൂ കാണേണ്ടത്.
ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയാൽ അത്ഭുതപ്പെടാനുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. സോ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം എന്താണ് ഇപ്പം എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഫോളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിനകത്തൊക്കെ ഏറ്റവും നമുക്ക് നിങ്ങൾ ഇതിനകത്ത് ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ വാച്ച് ചെയ്താൽ മതി കേട്ടോ. ബെയർ മാർക്കറ്റിൻ്റെ ഒരു സുഖം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. അതായത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണേ. ഇവിടുന്ന് മാർക്കറ്റ് എവിടം വരെ ട്രാവൽ ചെയ്തു? ഇവിടം വരെ ട്രാവൽ ചെയ്തു കേട്ടോ. എത്ര ദിവസം എടുത്തു മാർക്കറ്റ് ട്രാവൽ ചെയ്യാനായിട്ട്? ഏകദേശം 291 ദിവസം എടുത്തു കേട്ടോ. 291 ദിവസം എടുത്തേ. ഞാൻ ഈ ഒരു ചാർട്ടിനെ ഇതിനെ ഒന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വെക്കാം. നോക്കിയേ, ആ ഒരു ഹൈയിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് വരാനായിട്ട് വെറും 37 ദിവസമേ എടുത്തിട്ടുള്ളൂ. മേ ബി നിങ്ങൾ പറയും ഇത് ന്യൂസ് ഉണ്ടായത് കൊണ്ടല്ലേ. ന്യൂസ് ഉണ്ടായത് കൊണ്ട് മാത്രമല്ല, ബെയർ മാർക്കറ്റിൻ്റെ ഇതെന്താണെന്നുള്ളത്, സ്ട്രെങ്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമല്ലേ. വാറിൻ്റെ ഒരു ന്യൂസ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ബെയർ മാർക്കറ്റിലേക്ക് വൺസ് എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അതിഭീകരമായിട്ട് ഇങ്ങനെ കറക്റ്റ് ആവുന്നതാണ്. ബട്ട് ഇപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു റീസണായിട്ട് വാർ കൂടിയുണ്ട്. ബട്ട് ആ വാർ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് അവിടെ കാണുന്നത്. കാരണം പിടിച്ചതിനേക്കാളും വലുതാണ് അളയിലുണ്ടത് എന്നുള്ള അവസ്ഥയാണ്. മുമ്പത്തെ ആയത്തുള്ളതാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കൂല എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, സ്ട്രാറ്റജിയൊക്കെ പുള്ളിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ആൾക്ക് ഇങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല. പ്ലസ് അതിൻ്റെ പുറത്ത് പുള്ളിയുടെ കുടുംബത്തിനടക്കം അമേരിക്ക തീർത്തിട്ടുണ്ട്. സോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് യാതൊരു ധാരണയില്ല. സോ ഇനി വരും ദിവസങ്ങളിലേക്ക്, നാളത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നാളെ വെള്ളിയാഴ്ചയാണ്, ഓവർ കൊന്തളിപ്പിന് പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കേസ്. കാരണം വെള്ളിയാഴ്ചകളിൽ പൊതുവേ വലിയ റേഞ്ച് പ്രീവിയസ് ഡേ മാർക്കറ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലൊരു സൈഡ് വേസ് റേഞ്ച് ഉണ്ടാവാനുള്ള സ്പേസ് അവിടെ ഉണ്ടാവാറുണ്ട്. സോ ആസ് ഓഫ് നൗ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലായിരിക്കും. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കുക. ആൻഡ് ഇൻട്രാഡേ ലെവലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഷെയർ ചെയ്യും. കാരണം ആസ് ഓഫ് നൗ ഇന്നത്തെ ദിവസം ഈ ഒരു റേഞ്ച് ഇവിടെ ക്രൂഷ്യലായിട്ടുള്ള ലെവലാണ്. അത് പറയാനുള്ള കാരണം കൂടി പറയേണ്ടതുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ഇവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റില്ലേ. സോ ഈ ഒരു പോയിൻ്റ് നിന്ന് മാർക്കറ്റ് ഫോൾ ആയതിനു ശേഷം ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായി, ഇൻഡിസിഷൻ ഉണ്ടായി, താഴത്തേക്കുള്ള മൊമെൻറ്റം ഉണ്ടായി, എഗെയിൻ ഇൻഡിസിഷൻ ഉണ്ടായി, താഴത്തേക്കുള്ള മൊമെൻറ്റം ഉണ്ടായി, താഴത്തേക്കുള്ള മൊമെൻറ്റം ഉണ്ടായി, എഗെയിൻ ഇൻഡിസിഷൻ ക്യാൻഡിൽ ഉണ്ടായി, ചെറിയൊരു പുൾ ബാക്കെങ്കിലും മാർക്കറ്റ് കാണിച്ചു എന്നുള്ളതാണ്. സോ ഇൻഡിസിഷൻ കഴിഞ്ഞിട്ട് വരുന്ന ക്യാൻഡിലിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇൻഡിസിഷൻ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്ത് വെച്ചേക്കണേ. കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ആൻഡ് ലോയിനെ മാർക്ക് ചെയ്യുക. ആസ് ഓഫ് നൗ ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രീമിയം അത്യാവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് സെൻസെക്സിനെ തന്നെ വീണ്ടും വാച്ച് ചെയ്യാം. സെൻസെക്സിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ തന്നെയാണ്. അതായത് ഇന്നത്തെ ഈ ഒരു ഹൈ ആൻഡ് ലോ കണക്റ്റ് ആവുന്ന, ഇന്നലത്തെ ലോയും ഇന്നത്തെ ഹൈയും കൂടി കണക്റ്റ് ആവുന്ന ഒരു പോയിൻറ്റ്, അത് ചെറിയൊരു 80 പോയിൻ്റ് അവിടെ വ്യത്യാസം അവിടെ ഉണ്ട്, നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ആൻഡ് ഇന്നത്തെ ലോയിനെ കൂടിയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. ഈ ഒരു ലെവലിൻ്റെ താഴെയും മുകളിലോട്ടായിരിക്കും ക്ലിയർ മൊമെൻറ്റങ്ങൾ നമുക്ക് ഉണ്ടാവുക. ആൻഡ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് ലോവർ ലെവലിലേക്കുള്ള മൊമെൻറ്റത്തിനാണ്. കാരണം മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് ഡൗൺ ആണ് എന്നുള്ളതാണ്. കാരണം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യുക. ആൻഡ് എഴുതാനുള്ള വിവരക്കേടും വിവരദോഷമൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും ഞാൻ വായിക്കും. ഞാനതിനൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡെഫിനറ്റായിട്ട് ഞാൻ വായിക്കും, കുറച്ച് സമയം ഇരുന്ന് ചിരിക്കും. പിന്നെ എൻ്റെ കൂട്ടത്തിലും കുടുംബത്തിലും അടുത്തൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ഇത്രയും ബുദ്ധി ഇല്ലാതെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു സങ്കടവും മനസ്സിലുണ്ടാകും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ.